ഇതൊരു വാഗണാറാണ്. ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ ഇതിൻ്റെ 5th ഗിയർ വീഴത്തില്ല, ബാക്കി എല്ലാ ഗിയറും വീഴും. 5th ഗിയറിലോട്ട് ഇടുമ്പോൾ ഗിയർ വീഴത്തില്ല, ഉടക്കും. പിന്നെ ഓവറായിട്ട് വാഹനം റേസ് ആകും, 5th ഗിയർ വീഴത്തില്ല. നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ 5th ഗിയറിൻ്റെ ലോക്ക് തള്ളിപ്പോയതാണ്. ഇതുകൊണ്ട് ഈ ലോക്ക് തള്ളിപ്പോകാനുള്ള കാരണം ഈ സിങ്കർണൈസർ തേയ്മാനം വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ 5th ഗിയറിലോട്ട് ഓടിക്കുമ്പോൾ 5th ഗിയർ വീഴത്തില്ല. 4th കഴിഞ്ഞ് 5th ഇടുമ്പോൾ സ്റ്റക്കായി നിൽക്കുക. പിന്നെ വാഹനം നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഫസ്റ്റിലിട്ട് സെക്കൻഡിലിട്ട് വാഹനം എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ സിങ്കർണൈസർ തേയ്മാനം വന്നിട്ട് കയറി ഉടക്കുന്നത്. നമ്മൾ ഓവറായിട്ട് നമ്മൾ 5th ഇടുമ്പോൾ ബലം പിടിക്കുമ്പോൾ 5th ഗിയർ ലോക്ക് തള്ളിപ്പോയതാണ്. ഇത് മാറാണ് 200 രൂപയുടെ വിലയേ ഉള്ളൂ. ഇതാ സിങ്കർണൈസർ ലോക്ക് മാറിയതിന് ശേഷമുള്ള ഇതാ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് സിങ്കർണൈസർ പഴയ സാധനം തേയ്മാനം വന്നത്. അകത്തൊരുമാതിരി പാടുപോലെയൊക്കെ വന്നിട്ടുണ്ട് തേയ്മാനം വന്നിട്ട്. ഇത് 150 200 രൂപയുടെ വിലയേ ഉള്ളൂ. പിന്നെ പിക്കപ്പ് കുറവാനുള്ള കാരണം അതിൻ്റെ ക്ലച്ച് സെറ്റും കവർ അസംബ്ലിയും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, തേയ്മാനം ഉണ്ടായിരുന്നു. ഇത് പഴയ സെറ്റാണ്, ക്ലച്ച് സെറ്റ്, കവർ അസംബ്ലി, റിലീസ് ബെയറിങ് ഇതുകൂടെ മാറ്റിയേക്കണം അതിൻ്റെ കൂടെ. ഇതേതുണ്ട് പുതിയ സാധനം. നമുക്ക് ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളാലും വരുവാണെങ്കിൽ കൈയോടെ കൊണ്ട് കാണിച്ചണം, വെച്ചോണ്ടിരിക്കില്ല. പിന്നെ കൂടുതൽ കംപ്ലയിൻറ്റിലോട്ട് അത് പോകും. അപ്പോൾ ഓട്ടത്തിൽ 4th 5th എല്ലാം വളരെ സ്മൂത്തായിട്ട് വീഴുന്നത് കണ്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരല്ലേ. ഓക്കെ.